മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതന ധർമ്മ വിരുദ്ധ പരാമർശത്തിനെതിരെ ബിജെപി ദേശീയ നേതൃത്വം മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇത്തരം പരാമർശമെന്ന് ബിജെപി ദേശീയ വക്താവ് ഷെഹസാദ് പൂനേവാല. തീവ്ര മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് സിപിഎം കോൺഗ്രസ് മത്സരം നടക്കുന്നതായും ബിജെപി ആരോപിച്ചു. ഗൗതമിലേക്ക് പോവുകയാണ്. ഗൗതം, സനാതന ധർമ്മ വിരുദ്ധ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിനു മുൻപും നമ്മൾ കണ്ടതാണ് ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന ആഹ്വാനമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇവർ സനാതന ധർമ്മത്തെ ലക്ഷ്യം വയ്ക്കുന്നത്? ഒരുപക്ഷെ ഹിന്ദു ധർമ്മത്തെ വേട്ടയാടുക, അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുടെ ആകർഷണം തങ്ങളിലേക്ക് രാഷ്ട്രീയമായി ആകർഷിക്കുക, അവരുടെ വോട്ട് ലക്ഷ്യം വയ്ക്കുക, ഇതൊക്കെ തന്നെയല്ലേ ഉന്നം വയ്ക്കുന്നത്? രോഹിണി, നേരത്തെ ശബരിമല പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനപരമായ കാരണവും അത്തരം ഒരു പ്രക്ഷോഭത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾക്ക് ഇറങ്ങേണ്ടി വന്നതും ശബരിമലയിൽ ആചാര ലംഘനത്തിന് കളമൊരുക്കിയതുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ഹിന്ദു വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. 2021 പിണറായി സർക്കാരിന് തുടർഭരണം ലഭിക്കുന്നതിൽ അത് കൃത്യമായി തന്നെ ഫലം കണ്ടു എന്നതും വസ്തുതയാണ്. കാരണം ശബരിമല പ്രക്ഷോഭത്തിന്റെ ഉൾപ്പെടെ ഭാഗമായി തീവ്ര മുസ്ലിം വോട്ടുകൾ, അതായത് ഹൈന്ദവ സമൂഹത്തിനെതിരായി നിൽക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ എന്ന താല്പര്യം തീവ്ര മുസ്ലിം വോട്ടിൽ ഉണ്ടായി എന്നതാണ്. അതിനാൽ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഗുണം ചെയ്തു എന്നത് കണ്ടതാണ്. സ്വാഭാവികമായും ഇനിയും തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമാണ് ശേഷിക്കുന്നത്. അടുത്ത വർഷം 2026 ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ മുൻപ് ചെയ്ത അതേ സ്ട്രാറ്റജി ഒരിക്കൽ കൂടി ഇടതുപക്ഷം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹിന്ദുത്വ വിരുദ്ധ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തി തീവ്രമായ മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കുക, ഒരുമിപ്പിച്ച് നിർത്തുക എന്ന ലക്ഷ്യമാണ്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടാകാം ഇന്നലെ ഇപ്പോൾ സനാതന ധർമ്മത്തെ അവഹേളിച്ചുകൊണ്ട് അതും ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളന വേദിയിൽ ഇത്തരം ഒരു പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും അത് ദേശീയ തലത്തിൽ തന്നെ ആ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ബിജെപിയുടെ ദേശീയ വക്താവ് ഷെഹസാദ് പൂനേവാലയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് ഈ പുതുവത്സര ദിനത്തിൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പുതുവത്സരത്തിലെങ്കിലും മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനെങ്കിലും ഒരു പുതിയ വർഷം തുടങ്ങുന്ന ഘട്ടത്തിലെങ്കിലും എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചവർ വിഡ്ഢികളായി എന്നാണ് ബിജെപി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള മാറ്റം മുഖ്യമന്ത്രിയുടെയോ അതല്ലെങ്കിൽ കേരളത്തിലെ ഇടതു നേതാക്കളുടെയോ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്നില്ല. അവർ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരം സനാതന ധർമ്മ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുകയാണ്. ഇത് അതിന്റെ അവസാനത്തേത് മാത്രമാണ് എന്നാണ് ബിജെപി ദേശീയ വക്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിണി, ഈ പിണറായി വിജയന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ദേശീയ തലത്തിൽ തന്നെ ഉയരുന്നു എന്നതിന്റെ സൂചനയാണ് ബിജെപി ദേശീയ വക്താവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രതികരണം. അതിനുശേഷം ഇപ്പോൾ സുധാൻഷു ത്രിവേദിയുടെ വാർത്താ സമ്മേളനവും ബിജെപി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹവും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയിൽ ചില പരാമർശങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഇസ്ലാമിക തീവ്ര ശക്തികളെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരം പരാമർശങ്ങൾ തുടർച്ചയായി ഹൈന്ദവ സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ ഹിന്ദു സന്യാസിമാരെയും അധിക്ഷേപിക്കുന്നത് എന്നാണ് ബിജെപി ചൂണ്ടിക്കാണിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിലെ മുതിർന്ന മന്ത്രിയും കേരളത്തിലെ മുസ്ലിം ഭീകരവാദത്തിന്റെ വളർച്ച സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയിരുന്നു. വയനാട്ടിൽ നിന്നും പ്രിയങ്ക വാദ്ര ഉൾപ്പെടെയുള്ള പല കോൺഗ്രസിന്റെ നേതാക്കളും വിജയിക്കുന്നത് മുസ്ലിം ഭീകരവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്നാണ് മഹാരാഷ്ട്രയിലെ മന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയെ കൃത്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് ബിജെപിയുടെ ദേശീയ നേതൃത്വം ഒരിക്കൽ കൂടി രംഗത്ത് എത്തുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ക്കൊണ്ടാണ് ഷെഹസാദ് പൂനേവാലയുടെ പ്രതികരണം എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആദ്യത്തെ പ്രസ്താവനയല്ല, മറിച്ച് തുടർച്ചയായി ഇത്തരം പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടത് നേതാക്കളും നടത്തുന്നുണ്ട്. അതിനാൽ ഇത് തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ സിപിഎമ്മും മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിന്റെ ഭാഗമായി ആര് കൂടുതൽ ഹിന്ദു ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും അവഹേളിക്കും എന്നതിന്റെ മത്സരം നടക്കുകയാണ്. അതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ വിമർശനം. ഗൗതം, ഇത് വിമർശനസ്വരം മാത്രമായിട്ട് ഒതുങ്ങുകയില്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധമായി തന്നെ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ.
രോഹിണി, ഇതിൽ വലിയ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടായേക്കാം. കാരണം ശിവഗിരി പോലെ ഒരു തീർത്ഥ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഹൈന്ദവ സംസ്കാരത്തെയും അതോടൊപ്പം തന്നെ സനാതന ധർമ്മത്തെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളും, അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയായിരുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദുമത വിശ്വാസത്തെയും സനാതന ധർമ്മത്തെയും ഏകോപിപ്പിച്ച് നിർത്തുകയും കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നടന്ന മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ നിന്നും എങ്ങനെ ഹൈന്ദവ സമൂഹത്തെ പുറത്തേക്ക് എത്തിക്കാം. കാരണം ആ സമയങ്ങളിൽ മിഷണറിമാരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ മതപരിവർത്തനത്തിന് ഹൈന്ദവ സമൂഹം വിധേയരാകപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ തടഞ്ഞു നിർത്തി മിഷണറി പ്രവർത്തനങ്ങളെയും ബ്രിട്ടീഷ് അധിനിവേശത്തെയും എല്ലാം തടഞ്ഞ സന്യാസി കൂടിയാണ് ശ്രീനാരായണ ഗുരു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പാദങ്ങൾ പതിഞ്ഞ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അവിടെ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സനാതന ധർമ്മത്തെ അടിച്ചു വാർത്ത അല്ലെങ്കിൽ ഉടച്ചു വാർത്ത സന്യാസിയാണ്, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ വക്താവല്ല, അല്ലെങ്കിൽ അതിന്റെ പ്രതീകമല്ല ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയ പരാമർശങ്ങൾ ആ വേദിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയെന്നതാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത്. രോഹിണി. ശരി ഗൗതം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതന ധർമ്മ വിരുദ്ധ പരാമർശത്തിനെതിരെ BJP ദേശീയ നേതൃത്വം മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇത്തരം പരാമർശമെന്ന് BJP ദേശീയ വക്താവ് ഷെഹസാദ് പൂനെവാല. തീവ്ര മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് CPM കോൺഗ്രസ് മത്സരം നടക്കുന്നതായും BJP ആരോപിച്ചു.